ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പികം മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു വിധ ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. അതെ അമ്മേ, ഇതിൻ്റെ എല്ലാം പിന്നിൽ ആ സ്ത്രീയാണ്. അവർ മരിച്ചിട്ടില്ല. അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, പാഞ്ചാലിയായി. അവരാണ് അമ്മയുടെ അടുത്ത് നിന്നും പ്രീതിയെ മാറ്റിയതും പകരം ഹനുമോളെ വെച്ചതും. അമ്മയ്ക്കറിയാത്ത ഒരു കഥ ഞാൻ പറയാം. അതായത് അമ്മ രണ്ടാമത് ഗർഭിണിയായി ആശുപത്രിയിൽ പ്രസവത്തിനായി എത്തിയ സമയം അമ്മയെ ട്രീറ്റ് ചെയ്യുന്നത് ആ ഹോസ്പിറ്റലിലാണെന്ന് പാഞ്ചാലിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് ഉർവശി എന്ന അവരുടെ മകളെയും അതേ ഹോസ്പിറ്റലിൽ തന്നെ അവർ പ്രസവത്തിനായി എത്തിച്ചു. ഉർവശിയും അമ്മയും ഒരേ സമയം പ്രസവിക്കുകയും ചെയ്തു. പക്ഷേ ഹോസ്പിറ്റൽ അധികൃതർ വഴി തനിക്കുണ്ടായിരുന്ന സ്വാധീനം ചെലുത്തി പാഞ്ചാലി കുഞ്ഞുങ്ങളെ തമ്മിൽ മാറ്റി. സ്വന്തം മകളായ ഉർവശിക്ക് ജനിച്ച കുഞ്ഞിനെ അമ്മയുടെ അടുത്ത് വെക്കുകയും പകരം നമ്മുടെ പ്രീതിയെ ഉർവശിയുടെ അടുത്തേക്ക് മാറ്റി. ഉർവശി പോലും സത്യത്തിൽ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അവരുടെ ലക്ഷ്യം എന്തായിരുന്നുവെന്ന് അമ്മയ്ക്ക് അറിയണ്ടേ? 25 വർഷം കാത്തിരുന്ന് പ്രീതിയെ കൊന്ന് അവളെ ബലി നൽകി അവൾക്കുള്ളിലെ മത്സ്യകന്യകയുടെ ശക്തികൾ നേടുക എന്നതായിരുന്നു. അതിനുവേണ്ടി സ്വന്തം മകളോട് പോലും പറയാതെ ആ പാഞ്ചാലി കുഞ്ഞുങ്ങളെ തമ്മിൽ മാറ്റി തൻ്റെ കൊച്ചുമകളായി പ്രീതിയെ വളർത്താൻ തീരുമാനിച്ചു. അങ്ങനെ ആ ഹോസ്പിറ്റലിൽ വെച്ചാണ് അമ്മ ഉർവശിയുമായി സൗഹൃദത്തിലാകുന്നതും പിന്നീട് ആ സൗഹൃദം വഴി ഉർവശിക്ക് നമ്മുടെ കമ്പനിയിൽ അമ്മ ജോലി വാങ്ങിക്കൊടുക്കുന്നതും. അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ? ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ കയ്യെത്തും ദൂരത്തുണ്ടായിരുന്നു പ്രീതി. അമ്മയുടെ തൊട്ടടുത്ത കട്ടിലിൽ കിടന്ന ഉർവശിയുടെ കയ്യിലിരുന്ന് കരയുന്ന കുഞ്ഞ് അമ്മയുടേതായിരുന്നു. പക്ഷേ അമ്മയ്ക്ക് പ്രീതിയെ മനസ്സിലാക്കാൻ പറ്റിയില്ല. കാരണം അമ്മയുടെ കയ്യിൽ ഹനുമോൾ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്കു ശേഷം ഉർവശിയെയും കൂട്ടി പാഞ്ചാലി അവരുടെ ഗുഹയിലേക്ക് പോകാൻ തീരുമാനിച്ചു. പക്ഷെ പോകുന്ന വഴി നടന്ന ഒരു സംഭവം ഉർവശിയെ നടുക്കി. ഒരു പുഴ കടന്നാണ് പാഞ്ചാലിയുടെ ഗുഹയിലേക്ക് പോകേണ്ടത്. ആ പുഴ കടക്കാനായി ശ്രമിക്കുന്നതിനിടയിൽ വള്ളത്തിൽ നിന്നും കാൽ വഴുതി ഉർവശിയുടെ കയ്യിലിരുന്ന പ്രീതി വെള്ളത്തിലേക്ക് വീണു. പക്ഷേ പ്രീതി വെള്ളത്തിനടിയിലേക്ക് താണു പോയില്ല. ഉർവശി പ്രീതിയെ മൂടി പുതച്ചു വെച്ചിരുന്ന തുണിയുടെ ബലം കൊണ്ട്, അല്ലെങ്കിൽ മഹാദേവന്റെ തുണ കൊണ്ട് പ്രീതി വെള്ളത്തിൽ വീഴുന്നതിന് പകരം അതിവേഗം ഒഴുക്കിലൂടെ ഒഴുകിപ്പോയി. ആ കാഴ്ച കണ്ട ഉർവശിക്ക് അത് സഹിക്കാനായില്ല. തൻ്റെ കുഞ്ഞ് തൻ്റെ കയ്യിൽ നിന്നും വെള്ളത്തിൽ വീണത് കണ്ട ഉർവശി വെള്ളത്തിലേക്ക് ചാടാൻ തുടങ്ങി. പക്ഷെ അന്നേരം പാഞ്ചാലിയുടെ പ്ലാൻ ആകെ പൊളിഞ്ഞ അവസ്ഥയിലായിരുന്നുവെങ്കിലും ആ അവസ്ഥയിൽ പാഞ്ചാലി ഉർവശിയോട് ആ നഗ്ന സത്യം പറഞ്ഞു. മോളെ, നീ ചാടരുത്. ഈ വെള്ളത്തിൽ വീണത് നിന്റെ കുഞ്ഞല്ല, ഇത് പ്രതയുടെ മകളാണ്. നിന്റെ മകൾ പ്രതയുടെ കയ്യിൽ സുരക്ഷിതയാണ്. തുടർന്ന് പാഞ്ചാലി തൻ്റെ ഉദ്ദേശവും ലക്ഷ്യവും എന്താണെന്ന് ഉർവശിയോട് തുറന്നടിക്കുകയും താൻ കുഞ്ഞുങ്ങളെ തമ്മിൽ മാറ്റിയത് ഉർവശിയോട് പറയുകയും ചെയ്തു. ആദ്യമൊന്നും സത്യം ഉൾക്കൊള്ളാൻ ഉർവശിക്ക് കഴിഞ്ഞില്ലെങ്കിലും പിന്നീട് ഉർവശി എല്ലാം മനസ്സിലാക്കി. പക്ഷേ പാഞ്ചാലി കരുതി വച്ചിരുന്ന പ്ലാനുകൾ എല്ലാം തെറ്റി. അങ്ങനെ ഉർവശിയുടെ കാൽ വഴുക്കിയത് കൊണ്ട് മാത്രം നമ്മുടെ പ്രീതി അവിടെ നിന്നും അവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു. പക്ഷേ കഥ അവിടെ കൊണ്ടൊന്നും തീർന്നില്ല. പ്രീതി മറ്റൊരിടത്ത് ഒഴുകിയെത്തി.